മക്കളെ, വളരെ കുറച്ച് ദിവസങ്ങളാണ് നിങ്ങളുടെ NMS എക്സാമിനേഷൻ ഇനി ബാക്കിയുള്ളത്. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യാണ്. സോ പല കുട്ടികളും ഈയിടെയായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സർ NMSന് ഏത് ഗൈഡാണ് അല്ലെങ്കിൽ ഏത് ബുക്കാണ് നോക്കേണ്ടതെന്നുള്ളത്. സോ ഒരു ഗൈഡ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഏതൊരു ഗൈഡും അങ്ങനെ എടുത്ത് പറയാൻ വേണ്ടിയിട്ടില്ല. മേജർലി നമുക്ക് സാറ്റ് മേറ്റ് എന്നുള്ള രണ്ട് ടോപ്പിക്കാണ് അല്ലെങ്കിൽ രണ്ട് ഏരിയാസ് ആണ് നമുക്ക് എക്സാമിന് വരിക എന്നുള്ള കാര്യം അറിയുന്നതാണ്. സോ സാറ്റിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നിങ്ങൾ 7th-ലെയും അതുപോലെ തന്നെ 8th-ലെയും പഠിച്ചിട്ടുള്ള കണ്ടന്റ്സ്, അതിപ്പോൾ സോഷ്യൽ സയൻസിലായിക്കോട്ടെ, അതുപോലെ തന്നെ സയൻസിലായിക്കോട്ടെ, മാത്സിലായിക്കോട്ടെ, കാരണം ഈ ഒരു ഭാഗങ്ങളാണല്ലോ നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്. സോ ഈ ഒരു ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. കാരണം 7th-ലെ കുറേ ഭാഗങ്ങളും നിങ്ങൾക്ക് NMS എക്സാമിനേഷന് നോർമലി എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഇപ്പോൾ 8th-ലെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി മാറ്റിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്ന ഒരു ടോപ്പിക് അല്ല മാറ്റ്. അപ്പോൾ നമ്മൾ എക്സാം വൈ ലേണിംഗിന്റെ ഒക്കെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റ് കണ്ടന്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് പഠിക്കാം. അതുപോലെ തന്നെ PYQ ക്വസ്റ്റ്യൻസും മറ്റ് ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു കൺസെപ്ച്വൽ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഗൈഡ് രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൺ ഗൈഡ് എന്നുള്ള രൂപത്തിൽ നമുക്ക് ഒന്നും പറയാനില്ലെങ്കിൽ പോലും നിങ്ങളുടെ സാറ്റിന്റെ കേസിൽ ടെക്സ്റ്റ് ബുക്കിന് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. മാറ്റിലാണെങ്കിൽ ആ കൺസെപ്റ്റ് നല്ല രീതിയിൽ പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതാം. ഓൾ ദി ബെസ്റ്റ്.